നമസ്കാരം. ലോകകപ്പ് ഫുട്ബോൾ കലാശക്കൊട്ടിലേക്ക് നീങ്ങുകയാണ്. ഇനി 3 മത്സരങ്ങൾ, 2 സെമി ഫൈനൽ, 1 ഫൈനൽ. അതിനപ്പുറം ലൂസേഴ്സ് ഫൈനലോ മറ്റോ ഉണ്ടെങ്കിൽ അതങ്ങനെ. പക്ഷെ പ്രധാനപ്പെട്ട 3 മത്സരങ്ങൾ. ഈ മത്സരങ്ങളെ സംബന്ധിച്ച് തത്വമൈ ന്യൂസ് ഒരു സ്ഥിരമായിട്ട് നോക്കൗട്ട് എന്നൊരു പരിപാടി ചെയ്യാറുണ്ട്. എന്നാലും അതിനപ്പുറത്തേക്ക് ഈ മത്സരങ്ങളിൽ നിരന്തരമായ രാഷ്ട്രീയം കലർത്തുന്ന ഒരു പ്രക്രിയ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി, കഴിഞ്ഞ ലോകകപ്പ് മുതൽ പ്രത്യേകിച്ച് ഖത്തർ ലോകകപ്പ് ആതിഥേയത്വം വഹിച്ച കാലം മുതൽ ഇതിലൊരു രാഷ്ട്രീയത്തിനപ്പുറം മതം കലർത്തുന്നൊരു പ്രക്രിയ തുടങ്ങിയിട്ടുണ്ട്. അടിസ്ഥാനപരമായിട്ട് ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗത്തു നിന്നാണ് അത്തരത്തിലൊരു പ്രക്രിയ ഉണ്ടായി വരുന്നത്. നമ്മുടെ ടീം, മൊറോക്കോ, ഇറാൻ, ഈജിപ്റ്റ് തുടങ്ങിയ ടീമുകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീമിലൊരു മുസ്ലിം കളിക്കാരനുണ്ടെങ്കിൽ ഏറ്റവും പ്രസിദ്ധനായ കളിക്കാരൻ, കാൽപന്ത് കളിക്കാരൻ ഇപ്പോൾ മുഹമ്മദ് സലയാണ്. ഈജിപ്തിൻ്റെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം വാങ്ങിയ കളിക്കാരനാണ് അദ്ദേഹം എന്നുള്ളതാണ് പൊതുവെ ഇസ്ലാം മതവിശ്വാസികൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയെങ്കിലും പ്രചരിപ്പിക്കുന്നത്. അത് സത്യമാണോ അല്ലയോ എന്നുള്ളതൊക്കെ അവരുടെ വിശ്വാസം. പക്ഷേ ഇതിൽ ഒരു മതം കലർത്തി അതിനൊരു രാഷ്ട്രീയ മാനം നൽകി വിവിധ രീതിയിലുള്ള പ്രശ്നങ്ങൾ ലോകത്തിപ്പോൾ അവരുണ്ടാക്കുന്നുണ്ട്. ഈ ലോകകപ്പിലേക്ക് 2026 ലോകകപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് മൊറോക്കോ ഉൾപ്പെടെയുള്ള ഒരു നിരവധി പ്രിയപ്പെട്ട ടീമുകളുണ്ടായിരുന്നു. ഈ ടീമുകളൊക്കെ പ്രിയപ്പെട്ടതാകുന്നത് ഒരു കാര്യം പ്രേക്ഷകർ പ്രത്യേകം ഓർക്കുക, അവരുടെ കളിയുടെ മികവ് കൊണ്ടല്ല. മൊറോക്കോയുടെ കാര്യം പറഞ്ഞാൽ മൊറോക്കോ അവർ പുറത്താകുന്ന നിമിഷം വരെ അവർ സാമാന്യം ഭേദപ്പെട്ട ഒരു കളി തന്നെയാണ് കാഴ്ചവെച്ചത്. ഒരു കാൽപന്ത് കളിയിലെ മികവ് അവർ കാഴ്ചവെച്ചിരുന്നു. പക്ഷേ പുറത്തായി, ദൗർഭാഗ്യം. അത് സാധാരണഗതിയിൽ ജയവും തോൽവിയും ഏതൊരു കളിയുടെയും ഭാഗമാണ്. അത് കളിക്കാർക്കറിയാം, കോച്ചിനും അറിയാം. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് വരുമ്പോൾ ചില രാജ്യങ്ങളുടെ കളിക്കാർക്കും അതറിയില്ല, കോച്ചിനൊട്ടും അറിയില്ല എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ കാണുന്നത്. അതിൻ്റെ പ്രധാന കാരണം ഈ പുറത്തുള്ള മതഭ്രാന്തന്മാരായിട്ടുള്ള പുതിയ ഫുട്ബോൾ ആരാധകരാണ്, കാൽപന്ത് കളിയുടെ ആരാധകരാണ്. അവരെ സംബന്ധിച്ച് കാൽപന്ത് കളിയായാലും കൈപ്പന്ത് കളിയായാലും കുട്ടിയും കോലും കളിയായാലും അതിൽ മതമുണ്ടോ അവർക്കതിൽ താല്പര്യമുണ്ട്, മതമില്ലേ അവർക്ക് താല്പര്യമില്ല. ഈ മതത്തിൻ്റെ താല്പര്യം എന്തുകൊണ്ടാണ്? ഈ മതത്തോടുള്ള അതിഭയങ്കരമായ വിശ്വാസം കൊണ്ടാണ്? അല്ല, അതിൻ്റെ ഒരു രാഷ്ട്രീയ മാനം കൊണ്ടാണ്. അതിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ ഈ ലോകകപ്പിൽ ഈ മതപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഏറ്റവും ശ്രദ്ധേയമായ ടീം, എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഇറാനാകുമെന്നായിരുന്നു. പക്ഷേ ഇറാനെയും ഒരു കവച്ച് വെച്ചുകൊണ്ട് ഈജിപ്റ്റ് മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ മത്സരങ്ങൾക്ക് മുമ്പ് ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന എന്താണെന്നുള്ളത് ഞാൻ ഇതിനോടൊപ്പം കൊടുക്കാം, ഈ വീഡിയോടൊപ്പം ഒരു ചെറിയ വീഡിയോ നൽകാം. പ്രാർത്ഥന വെറുതെ ഒന്നുമല്ല. ആദ്യം പ്രാർത്ഥനയുടെ തുടക്കത്തിൽ തന്നെ ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും ശപിക്കുന്നു. പ്രാർത്ഥനയുടെ അവസാനത്തിൽ 3 വട്ടം ജൂതന്മാരെ ശപിക്കുന്നു. അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടാണ്, ഇസ്ലാമിക പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടാണ് അവർ കളിക്കിറങ്ങിയിരുന്നത്. What you just saw is the Egyptian soccer team engaged in a pre-game prayer. Their prayer begins by cursing Christians and Jews and culminates by repeating, 3 times no less, a special condemnation against Christians for their grave sin in believing that Jesus Christ is the Son of God. അവർ ജയിച്ച് കയറി ലോകകപ്പ് അടിക്കും, അത് അള്ളാഹയുടെ തീരുമാനമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യം ഇത്തവണ ലോകകപ്പ് കൊണ്ടുപോകും എന്നുള്ള നിരവധി പ്രചാരണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യാപകമായിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ മാത്രമല്ല, മുഖ്യധാരാ മാധ്യമങ്ങളിൽ വന്നുപോലും പലരും ഈ അവകാശവാദം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഈജിപ്തിൻ്റെ ദൗർഭാഗ്യം, അള്ളാഹയുടെ ദൗർഭാഗ്യം, അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളുടെ ദൗർഭാഗ്യം, അവർ പുറത്തായ കളിയെ സംബന്ധിച്ച്, അർജൻറ്റീനയുമായിട്ടുള്ള കളിയെ സംബന്ധിച്ച് ഞാൻ തന്നെ ഒരു വിശകലനം പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നതാണ്. കാരണം ആ കളിയുടെ റഫറി ആയിരുന്ന ഫ്രാൻസ്വാ ലെറ്റക്സിയറിന് നേരെ ഭീഷണിയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ വധിക്കുമെന്നുള്ള ഭീഷണിയും, ആ രീതിയിലേക്ക് കാര്യങ്ങൾ വഷളായി. അതുമാത്രമല്ല, ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് മൊറോക്കോ ജയിച്ചാലും തോറ്റാലും ലണ്ടനിലും ഫ്രാൻസിലും തെരുവിലിറങ്ങി കലാപം ഉണ്ടാക്കുക, ആഹ്ലാദ പ്രകടനത്തിൻ്റെ പേരിൽ കലാപം, മൊറോക്കോ തോറ്റതിൻ്റെ പേരിൽ കലാപം ഇസ്ലാമിസ്റ്റുകൾ തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം മൊറോക്കോ പരാജയപ്പെട്ട് പുറത്തായപ്പോൾ ലണ്ടനിൽ വലിയ രീതിയിലുള്ള കലാപമാണ് അഴിച്ചുവിടപ്പെട്ടത്. ഈ മൊറോക്കൻ അഭയാർത്ഥികളാണ്. അവിടെ അഷ്ടിക്ക് വകയില്ലാതെ മൊറോക്കോയിൽ നട്ടലൊട്ടിപ്പിടിച്ച്, പട്ടിണി കിടന്ന് നട്ടലൊട്ടിപ്പിടിച്ച് തട്ടിപ്പോകുമെന്നുള്ള അവസ്ഥയിലാകുമ്പോൾ, ഹോറിഫൈഡ് ആകുമെന്നുള്ള അവസ്ഥയിലാകുമ്പോൾ കടൽ നീന്തിയും മതിൽ ചാടിയും ഒക്കെ ലണ്ടനിലെത്തി അവരുടെ കരുണയിൽ അവിടെ കഴിയുന്നവരാണ്. അവരാണ് ഈ തെരുവിലിറങ്ങി ഈ നട്ടലൊട്ടിപ്പിടിച്ചൊക്കെ ഒന്ന് വിടുതൽ കിട്ടിയപ്പോൾ, ഒന്ന്
ദശ മുഴച്ചു വന്നപ്പോൾ, അല്ലെങ്കിൽ ദശ വീണ്ടും വളർന്നപ്പോൾ, ഒന്ന് കൊഴുത്തപ്പോൾ വീണ്ടും മതവുമായിട്ട് ഞങ്ങളുടെ മതമാണ് ലോകത്ത് ഏറ്റവും വലുത് എന്നുള്ള രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളുമായി അവർ തെരുവിലിറങ്ങി കലാപങ്ങൾ ഉണ്ടാക്കുന്നു. ഇതിന്നും ഇന്നലെയും തുടങ്ങിയ ഒരു പ്രക്രിയയല്ല. ഈ ലോകത്ത് ആളുകളുടെ ഇടയിൽ പ്രചാരത്തിലുള്ള എന്തുമായിക്കോട്ടെ, അത് സിനിമയാകട്ടെ, ഇതുപോലുള്ള കാൽപന്ത് കളിയാകട്ടെ, ക്രിക്കറ്റ് ആകട്ടെ, ബോക്സിംഗ് ആകട്ടെ, പ്രത്യേകിച്ച് MMA പോലുള്ള കായിക വിനോദങ്ങൾ, മിക്സ്ഡ് മാർഷൽ ആർട്സിൻ്റെ ഒരു പ്രചാരമെന്ന് പറയുന്നത് ഒരുപാട് ഭാരതത്തിലൊക്കെ ഇത് പതിയെ പ്രചരിച്ച് വരുന്നതുള്ള, എന്നാൽ യുവാക്കളുടെ ഇടയിൽ വളരെ പ്രചാരത്തിലുള്ളൊരു കായിക വിനോദമാണ്. പലരും ഇതിലുള്ള പല ചാമ്പ്യന്മാരെയും കണ്ടിട്ട് തായ്ക്കൊണ്ടോയും തായ്ച്ചിയും ഒക്കെ പഠിക്കുവാൻ പോകുന്ന, കിക്ക് ബോക്സിങ്ങും ഒക്കെ പഠിക്കുവാൻ പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിനും ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. വളരെ നല്ല കാര്യം. കാരണം കായിക വിനോദവും ശാരീരികമായിട്ടുള്ള ഒരു അധ്വാനവും ഒക്കെ, ശരീരം നല്ലതുപോലെ സൂക്ഷിക്കുക എന്നുള്ളതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ മിക്സ്ഡ് മാർഷൽ ആർട്സ് ഉൾപ്പെടെയുള്ള കായിക വിനോദം ഈ ഞാൻ പറഞ്ഞ പോലെ പ്രചാരത്തിലുള്ളത് എന്തുമായിക്കോട്ടെ, സിനിമയാകട്ടെ, സാഹിത്യമാകട്ടെ, കായിക രംഗമാകട്ടെ, അവിടെയെല്ലാം രഹസ്യമായി നുഴഞ്ഞു കയറുന്ന ഒരു ശീലം ഇവർക്കുണ്ട്. മിക്സ്ഡ് മാർഷൽ ആർട്സിൻ്റെ കാര്യം ഞാൻ എടുത്തു പറഞ്ഞത്, അതിൽ ഒരുപാട് ഈ കസാക്കിസ്ഥാൻ അതുപോലുള്ള റഷ്യയുടെ പഴയ പ്രവിശ്യകളായിരുന്ന രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഇസ്ലാമിസ്റ്റുകൾ ആ കായിക രംഗത്ത് വളരെയധികം പ്രസിദ്ധരായവരുണ്ട്. അവരുടെ എല്ലാം സ്ഥിരമായിട്ടുള്ള പരിപാടി കായിക വിനോദത്തിൽ പങ്കെടുക്കുക, മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതിനും അപ്പുറം സഹതാരങ്ങളെ മതം മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ബോക്സിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ. കൃത്യമായിട്ട് ജയിലിൽ പോയ ബോക്സർമാരെല്ലാം തിരിച്ചിറങ്ങുന്നത് എന്തെങ്കിലും കാര്യത്തിന്, ഒരു ബലാത്സംഗ കേസിൽപ്പെട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വൃത്തികെട്ട കേസിനോ ജയിലിൽ പോകുന്ന ബോക്സർമാരെല്ലാം ഭൂരിഭാഗം തിരിച്ചിറങ്ങുന്നത് ഇസ്ലാമായി മതം മാറിയിട്ടായിരിക്കും. മൈക്ക് ടൈസണാണ് ഏറ്റവും വലിയ ഉദാഹരണം. അതിലും വലിയ ചതി കായിക രംഗത്തോട് മുഹമ്മദ് അലിയുടെ കാലത്ത് തന്നെ കാണിച്ചിരുന്നു. മുഹമ്മദ് അലിയുടെ കാലത്ത് കാണിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ കാഷ്യസ് ക്ലേ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഈ കറുത്ത വർഗ്ഗക്കാർക്ക്, അമേരിക്കയിലെ ആഫ്രിക്കൻ അമേരിക്കൻസ് എന്നൊക്കെ പറയുന്ന കറുത്ത വർഗ്ഗക്കാർക്ക് അവരുടെ പേര് പലപ്പോഴും അടിമനാമമാണ്, സ്ലേവ് നെയിമാണ് എന്നുള്ളൊരു പൊതുവായിട്ടുള്ളൊരു ധാരണ പരത്തിയിട്ടുണ്ട്. അതിലേറെക്കുറെ ശരിയുമാണ്. കാരണം അവരെ അടിമത്തത്തിനു വേണ്ടി നാട്ടിലേക്ക്, ഈ അമേരിക്കയിലേക്ക് കൊണ്ടുവന്ന് അവരുടെ ഉടമസ്ഥർ നൽകിയിരുന്ന പേരുകളാണ് പലതും അവരുടെ മുൻഗാമികൾക്ക്, അപ്പൂപ്പന്മാരുടെ അപ്പൂപ്പന്മാർക്കും ഒക്കെ ഈ ഉടമകൾ നൽകിയിരുന്ന പേരുകളാണ് അതിൻ്റെ ഒരു കുടുംബ നാമമായി തുടർന്ന് വന്നിരുന്നത്. അതിൽ പലതും അടിമനാമങ്ങളായിട്ട് തന്നെ കാണുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ കാഷ്യസ് ക്ലേയുടെ കാര്യം പറഞ്ഞാൽ, ഈ കാഷ്യസ് ക്ലേ എന്നുള്ളത്, കാഷ്യസ് എന്നുള്ളത് അമേരിക്കയിലെ വെള്ളക്കാരനായിട്ടുള്ളൊരു കോൺഗ്രസ് അംഗമായിരുന്നു. അടിമത്തത്തിനെതിരെ ഏറ്റവും ശക്തമായ പോരാട്ടങ്ങൾ നടത്തിയൊരു വ്യക്തി. ആ വ്യക്തിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് കാഷ്യസ് ക്ലേയുടെ അച്ഛൻ പുള്ളിക്ക് കാഷ്യസ് എന്നുള്ള പേരിട്ടത്. പുള്ളി ഇസ്ലാമിലേക്ക് മതം മാറിയപ്പോൾ മുഹമ്മദ് അലി എന്നുള്ള പേര് സ്വീകരിക്കുകയും എൻ്റെ അടിമനാമം ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. മുഹമ്മദ് അലിയെ പോലെ ഇത്രയും വ്യാജനായിട്ടുള്ളൊരു ബോക്സർ മറ്റുണ്ടായിരുന്നു, കായിക താരം വേറെ ഉണ്ടായിരുന്നില്ല. റിങ്ങിൻ്റെ അകത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. റിങ്ങിൻ്റെ അകത്ത് ഇത്രയും മനോഹരമായി ബോക്സ് ചെയ്യുന്നൊരു കായിക താരമില്ലായിരുന്നു. പക്ഷെ പുറത്ത് പ്രശസ്തിക്ക് വേണ്ടി എന്തും ചെയ്യും. അദ്ദേഹം ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ നദിയിലെറിഞ്ഞൊരു കഥയുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ തന്നെ പറഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എവിടെയോ കളഞ്ഞു പോയതാണ്. അത് പുറത്തറിയാതിരിക്കാനും പിന്നെ ഒരു പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം അത്തരമൊരു കഥയുണ്ടാക്കിയത്. അദ്ദേഹത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ കടക്കാൻ സമ്മതിച്ചില്ല, പ്രവേശനം അനുവദിച്ചില്ല എന്നുള്ള പേരിലാണ് ഈ ഒരു വ്യാജ കഥ അദ്ദേഹം സൃഷ്ടിച്ചത്. അങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹത്തിനോട് അടുത്ത വൃത്തങ്ങൾ പറഞ്ഞിരുന്നു. ഈ മുഹമ്മദ് അലിയിലൂടെ തന്നെ ഈ മതപ്രചരണം, ഈ ഇസ്ലാമിസ്റ്റുകൾ, ഇതിനൊക്കെ ആരാണ്, ഒരു സംഘടിത ശക്തിയുണ്ടോ, ഇസ്ലാമിക് ഇല്യൂമിനാറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ കാലാകാലത്തുണ്ട് തന്നെ. ആ സമയത്ത് സൗദിയിലെ ഒരു വഹാബി സംഘമായിരുന്നു. ഇപ്പോൾ ഖത്തറാണ് ആ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത്. സൗദിയിൽ മുഹമ്മദ് ബിൻ സൽമാൻ ഭരണമേറ്റെടുത്ത് അല്ലെങ്കിൽ ഭരണകാര്യങ്ങൾ നിയന്ത്രിക്കുവാൻ തുടങ്ങിയതിന് ശേഷം ഈ വഹാബികളെല്ലാം ഏതാണ്ട് അടിച്ചൊതുക്കി ഒരു മൂലക്കിരുത്തിയിരിക്കുകയാണ്. ഖത്തറാണിപ്പോൾ പഴയ സൗദിയുടെ പണി ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഫണ്ടുകൾ വരുന്നു. വില്യം എച്ച് ഹാർട്ട്, ചരിത്രവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളെ കൊണ്ട് ഒരു പുസ്തകം എഴുതിക്കുക, ലോകത്തെ 100 മഹാന്മാർ അല്ലെങ്കിൽ ഏറ്റവും പ്രസിദ്ധരായ വ്യക്തികൾ. അതിൽ ഒന്നാമത്തെ പേര് ഇസ്ലാം അവരുടെ പ്രവാചകൻ എന്ന് വിശ്വസിക്കുന്ന മുഹമ്മദിൻ്റേതായി കൊടുക്കുക. അതിൽ തന്നെ വൈരുദ്ധ്യമെന്ന് പറയുന്നത് ഹിറ്റ്ലറും നെപ്പോളിയനും ഒക്കെയുണ്ട്. മഹാത്മാഗാന്ധി ഉണ്ടോ എന്നുള്ളത് എവിടെയെങ്കിലുമൊക്കെ തപ്പി നോക്കണം. അടിസ്ഥാനപരമായിട്ട് മുഹമ്മദാണ് ഏറ്റവും
പ്രസിദ്ധനായ വ്യക്തി എന്നുള്ള വില്യം എച്ച് ഹാർട്ടിൻ്റെ പുസ്തകം കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇസ്ലാമിസ്റ്റുകൾ നിങ്ങളുടെ അടുത്ത് സംവാദത്തിന് വന്നിട്ടുണ്ടാകാം ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് വരെ. അത് പൊളിച്ചടുക്കി കൊടുത്തതിൽ ഈ എളിയവനും ഒരു ചെറിയ പങ്കുണ്ട്. ഇനി ഇപ്പം വിഷയത്തിലേക്ക് വന്നാൽ കായിക വിനോദങ്ങളാണല്ലോ വിഷയം. ഇപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അള്ളാഹയുടെ നിശ്ചയമാണ് ഇത്തവണ ഇസ്ലാമിക് രാജ്യമേ കപ്പ് കൊണ്ടുപോവുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നവർ ഇപ്പോൾ പറയുന്നത് കംപ്ലീറ്റ് ജൂതൻ്റെ ചതിയാണ്. അതിൽ തന്നെ ഈ അമേരിക്കയിലേക്കൊരു സീക്കോ എന്നൊക്കെ പറഞ്ഞൊരു സ്ട്രീമറൊക്കെ ഉണ്ട്, വളരെ പ്രസിദ്ധനായ സ്ട്രീമർ. ഇപ്പോൾ പുള്ളി പറയുന്നത് മെസ്സി എന്ന് പറയുന്ന ഒരു ഫുട്ബോളിലെ നെതന്യാഹുവാണ്, ഫിഫ മൊസാദാണ്, മൊത്തമായിട്ട് ഈ റഫറിമാരെല്ലാം കള്ളന്മാരാണ്. അടിസ്ഥാനപരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫ്രാൻസ് വാലറ്റെക്സിയറെ പോലുള്ള റഫറിമാരെ ഭീഷണിപ്പെടുത്തുക എന്നുള്ളതിൽ നിർത്താതെ അവരുടെ കുടുംബങ്ങളെയും കൊച്ചു പെൺകുട്ടികളെയും ഒക്കെ ഭീഷണിപ്പെടുത്തി അവരുടെ മേൽവിലാസങ്ങളെല്ലാം പരസ്യപ്പെടുത്തി അത്തരത്തിൽ ആ രീതിയിലുള്ളൊരു ആക്രമണമാണ് നടത്തുന്നത്. എല്ലാം ജൂതന്മാരുടെ ചതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരാജയപ്പെട്ടത് അള്ളാഹ് കാരണമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. വിജയിച്ചാൽ അത് അള്ളാഹയുടെ നിശ്ചയം. അപ്പോൾ പരാജയവും സ്വാഭാവികമായി അള്ളാഹയുടെ നിശ്ചയമാകേണ്ടതല്ല. ഈ വിഷയം ഞാൻ നേരത്തെ ഒന്ന് അവതരിപ്പിച്ച ഈ പ്രത്യേകിച്ച് ഈജിപ്റ്റ് അർജൻറ്റീന മത്സരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ പ്രേക്ഷകരോടൊന്ന് ചോദിച്ചിരുന്നതാണ്. പക്ഷേ ഈ വിഷയം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സെമി ഫൈനലുകൾ തുടങ്ങാൻ പോകുന്ന ഈ അവസരത്തിൽ ഈജിപ്റ്റ് തോറ്റതിൻ്റെ ഒരു ക്ഷീണവും കതപ്പും അവർക്ക് ഇതുവരെ മാറിയിട്ടില്ല. ഈജിപ്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും ശപിച്ചുകൊണ്ടാണ് ഓരോ കളിയും അവർ തുടങ്ങുന്നത്. അവരുടെ കോച്ച് എന്ന് പറയുന്നത് ഒരു മുഴുഭ്രാന്തൻ. പാലസ്തീനെ സ്നേഹിക്കാത്തവർ മനുഷ്യരല്ല. അന്നേ ഞാൻ പറഞ്ഞിരുന്നു, ഈജിപ്റ്റ് ലോകത്തെങ്ങും ഇല്ലാത്ത മതിലും വേലിയും കെട്ടിയാണ് അടച്ചിരിക്കുന്നത് പാലസ്തീനിൽ നിന്ന് അഭയാർത്ഥികൾ ഈജിപ്തിലേക്ക് കടക്കാതിരിക്കാൻ. അവരാണ് മനുഷ്യസ്നേഹം പ്രസംഗിക്കുന്നത്. ഇതാണ് അവരുടെ ഒരു വൈരുദ്ധ്യം, ഒരു ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. എന്തായാലും ഈ ലോകം മുഴുവൻ സ്നേഹിക്കുന്ന ഇത്രയും അധികം ആരാധകരുള്ള മറ്റൊരു കായിക വിനോദമുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ആ കായിക വിനോദത്തിൽ മതം എന്ന വിഷം അവർ കലർത്തിക്കഴിഞ്ഞു. ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ ലോകമാകെ നടമാടിക്കൊണ്ടിരിക്കുകയാണ് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ. കാരണം ഇനി അർജൻറ്റീന ലോകകപ്പ് നേടുക എന്നൊരു സാഹചര്യം ഉണ്ടായെന്ന് വരിക, സങ്കല്പിക്കുക. ഈ ലോകകപ്പ് അർജൻറ്റീന നേടും. ഫാൻസിൻ്റെ കാര്യമൊക്കെ നിൽക്കട്ടെ, ഒരു സാഹചര്യം നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. വെറുതെ ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഉറപ്പായും ലണ്ടനിലും ഫ്രാൻസിലും മറ്റ് പലയിടങ്ങളിലും പ്രതീക്ഷിക്കാത്ത പല യൂറോപ്യൻ രാജ്യങ്ങളിലും കലാപങ്ങളുണ്ടാകും, ഉറപ്പാണ്. കാരണം അത്രയധികം അഭയാർത്ഥികൾ അവിടെ നിലവിലുണ്ട്. അവർ തന്നെ, ആ രാജ്യം തന്നെ ഒരു വിപത്തിനെ സ്വയം ക്ഷണിച്ച് അവരുടെ ഉള്ളിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട്, പരിപോഷിപ്പിച്ചെടുത്തിട്ടുണ്ട്. അവരുടെ എല്ലാ ആനുകൂല്യങ്ങളും സഹതാപങ്ങളും കൊടുത്ത് പരിപോഷിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇവരെക്കുറിച്ച് മനസ്സിലാക്കാത്തൊരു കാര്യം, UAE പോലുള്ള രാജ്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുള്ളൊരു കാര്യം, അടിസ്ഥാനപരമായിട്ട് ഇനി അങ്ങോട്ടുള്ള കാലത്ത് ഇസ്ലാമിക ഭീകരവാദം ഏറ്റവും ഭയാനകമായ രൂപത്തിൽ പുറത്തു വരുവാൻ പോകുന്നത് യൂറോപ്പിൽ നിന്നാണ്, അറബ് രാജ്യങ്ങളിൽ നിന്നല്ല. അദ്ദേഹം തന്നെ UAEയുടെ ഭരണാധികാരികൾ പറഞ്ഞിട്ടുള്ളതാണ് പലപ്പോഴായിട്ട്. കാരണം ഇവരുടെ ഒരു മാനസികാവസ്ഥ നിങ്ങളെക്കാൾ നന്നായിട്ട് ഞങ്ങൾക്കറിയാം, നിങ്ങൾക്കൊരു ധാരണയുണ്ട്, നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ നന്നായി ഇസ്ലാമിനെ അറിയാമെന്ന്. അറിയില്ല. ഞങ്ങൾക്കറിയാവുന്നത് കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ഇത് അപകടമാണ്, അപകടകരമായൊരു സാഹചര്യത്തിലേക്കാണ് യൂറോപ്പ് പോകുന്നത്. യൂറോപ്പിൽ നിന്ന് പുറത്തു വരുന്ന ഈ ജിഹാദികൾ അപകടകരമായൊരു സാഹചര്യത്തിലേക്കാണ് ബാക്കി ലോകത്തെയും കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്നത്. ലോകകപ്പ് ഫുട്ബോൾ ആകട്ടെ, സിനിമയാകട്ടെ, മറ്റേതെങ്കിലും കായിക വിനോദമാകട്ടെ, സാഹിത്യമാകട്ടെ, കലയാകട്ടെ, രാഷ്ട്രീയമാകട്ടെ, ഇതെല്ലാം അടിസ്ഥാനപരമായിട്ട് വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിച്ച് ഞമ്മൻ്റെ മതമാണ് ഏറ്റവും വലിയ മതം എന്ന് സ്ഥാപിക്കുവാനുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഭാഗമാണ്. അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അവർക്ക് മറ്റ് ലക്ഷ്യങ്ങളൊന്നുമില്ല. 200 വർഷങ്ങളിലേക്ക് അവരുടെ വരും തലമുറകൾ എന്ത് ചെയ്യണമെന്നുള്ളത് 1400 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട അല്ലെങ്കിൽ ഉണ്ടാക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഒരു പുസ്തകത്തിലുണ്ട് എന്ന് വിശ്വസിച്ച് ജീവിക്കുന്നൊരു വിഭാഗത്തിന് ന്യായമോ അന്യായമോ ഒന്നും പ്രശ്നമല്ല. മതം 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 മതമാണ് മതമാണ് മതം മാത്രമാണ് പ്രശ്നം. അത് തന്നെയാണ് നമ്മുടെയും പ്രശ്നം. ഈ വിഷയത്തെക്കുറിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ തീർച്ചയായും ഞങ്ങളുമായി പങ്കിടുക. കാരണം ഫുട്ബോൾ എന്നുള്ളത് ലോകത്ത് ഇത്രയും അധികം ആരാധകരുള്ളൊരു കായിക വിനോദമാണ്. അതിൽ പോലും ഇത്രയും വിഷലിപ്തമായിട്ടുള്ള ആശയങ്ങൾ കലർത്തി പരസ്യമായിട്ട് ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും ശപിക്കുക, അപമാനിക്കുക, നശിച്ചു പോണേ എന്ന് പ്രാർത്ഥിക്കുക, അതെല്ലാം ഒരു അഭിമാനമായി കണ്ട് ആ വിനോദത്തിനിറങ്ങുന്നവർ ഈ കായിക വിനോദത്തിന്, ഈ കായിക രംഗത്ത് അഭികാമ്യരാണോ? അവരിതിൽ തുടരേണ്ടവരാണോ? ഇത് സംബന്ധിച്ചുള്ള
എല്ലാ അഭിപ്രായങ്ങളും നിങ്ങളുടെ യോജിപ്പായാലും വിയോജിപ്പായാലും തീർച്ചയായും ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുക, ഷെയർ ചെയ്യുക. തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.